ഇന്ന് ഞാനേ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിക്കാലോ എന്ന് കരുതിട്ടോ. ഇന്ന് ചപ്പാത്തിയും സോയ കറി ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ച് സോയ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫാക്കി വെച്ചാണ് നല്ല തിളച്ചപ്പോൾ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് തിളച്ച് വരട്ടെ. സോയ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് ഓഫാക്കിയിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് അതിനെ കോരിയിടാം. സോയ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചു നേരം അവിടെ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിക്കുള്ള ആട്ട റെഡിയാക്കി എടുക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ആട്ട പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സോയാക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കേ ചപ്പാത്തിയുടെ കറി ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച്. ഞാൻ നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഒരു കറി ആയതുകൊണ്ടേ അളവൊന്നും പറയുന്നില്ല. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. സാധാ ചെറിയ ജീരകമാണ്. കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സവാളയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചാണ്, അതും കൂടെ ചേർക്കാം. നമുക്ക് സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിത് രണ്ടായതുകൊണ്ട് ആണ് 2 പ്രാവശ്യം ഇടുന്നത്. ഞാൻ നല്ലപോലെ ഒന്ന് ആവട്ടെ. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ചെറിയ പീസ് തക്കാളി, ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. തക്കാളി ഒന്ന് വേവട്ടെ. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ റെഡി ആയിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ മിക്സ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ഒന്ന് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അളവൊന്നും പറയുന്നില്ല, ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇട്ടോളൂ. പാകത്തിനുള്ള ഉപ്പും ഞാൻ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ പൊടികൾ. അപ്പോൾ നമുക്കിതിലേക്ക് ചൂടുവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ്. ആവശ്യത്തിലുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 1 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇത്ര ഗ്രേവിയിൽ തന്നെ ഓഫാക്കാം. ഇനി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഓഫാക്കി വെക്കാം. അപ്പോളേ കറി റെഡി ആയല്ലോ. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാലോ. മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കണ്ടാലോ, കറി കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.